അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുക. പക്ഷേ ഇത്തവണ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പൊതിച്ചോറാണ്. അങ്ങനെ പൊതിച്ചോറ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ അമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തലേന്നേ മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊരു കൊഞ്ച് റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. ചെന്നൈയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫേവറേറ്റ് നെത്തോലി കിട്ടുന്നത്. അങ്ങനെ അതങ്ങോട്ട് ഫ്രൈ ആക്കി. പിന്നെ ചക്കുൻ്റെ ഫേവറേറ്റ് ആണ് ബീട്രൂട്ട് തോരൻ. എന്തെങ്കിലും ഒരു തോരൻ വേണമല്ലോ എന്ന് വെച്ചിട്ട് ബീട്രൂട്ട് തോരനാക്കി. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം മുട്ട പൊരിച്ചതില്ലാണ്ട് എന്ത് പൊതിച്ചോറ് അല്ലേ. സൺഡേ ആയിട്ട് ഒരു പൊതിച്ചോറ് ആക്കാമെന്ന് വിചാരിക്കാൻ കാര്യം വരുന്ന വഴിക്ക് ഒരു കടയിൽ വാഴയിലിട്ട് വെക്കുന്നുണ്ടോ. അപ്പോൾ തോന്നിയൊരു പൂതിയാണ് കേട്ടോ. മുൻപൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ഞാൻ ജസ്റ്റ് ഫോൺ എടുക്കുക, അമ്മയ്ക്കൊന്ന് വിളിച്ചാൽ മതി. കുറച്ച് നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട്. അപ്പം തന്നെ സർപ്രൈസ് ആയിട്ട് ആളതിങ്ങ് എത്തിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴാണല്ലോ നമ്മുടെ അമ്മയുടെ വില കൂടുതൽ മനസ്സിലാക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഇലയൊക്കെ വാട്ടി ചോറും കറികളെല്ലാം വെച്ച് അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാറോടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊതിച്ചോറ് സെറ്റ്. ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ അമ്മ സ്വന്തം മോളെ പറ്റി കുറച്ചൊക്കെ അഭിമാനം കൊള്ളുണ്ടാവും. പണ്ട് കിച്ചണിൽ കയറി മാഗി മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട്. കൊതി മുന്നേ ക്ഷമ പിന്നെ ആയതുകൊണ്ട് ഞാൻ ചൊക്കെ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ല. പൊതിച്ചോറ് തുറന്ന് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്.